വെൽക്കം ടു ഓൾ കെമിസ്ട്രി ലേണേഴ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന MSc കെമിസ്ട്രിയിലെ ഒരു പോർഷനാണ് കൊറോഷൻ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് കൊറോഷൻ. അതായത് നമുക്കറിയാം മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്. അതായത് മെറ്റൽസിനാണ് കൊറോഷൻ സംഭവിക്കുന്നത്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതും ആണികൾ തുരുമ്പ് പിടിച്ച് കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ, പാദസരം അങ്ങനെയൊക്കെ കറക്കുന്നതെല്ലാം എന്തിൻ്റെ ഇതുകൊണ്ടാണ്? കൊറോഷൻ സംഭവിക്കുന്നത് മൂലമാണ് സംഭവിക്കുന്നത്. അപ്പം കൊറോഷൻ എന്ന് പറയുമ്പോൾ ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഇരുമ്പിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് കളർ ചേഞ്ച് സംഭവിച്ചതും കൊറോഷൻ മൂലമാണ്. നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് കൊറോഷൻ എന്താണ്, കൊറോഷൻ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, പിന്നെ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇവാൻസ് ഡയഗ്രം, ഫോർവേസ് ഡയഗ്രം. ഫസ്റ്റ് എന്താണ് കൊറോഷൻ എന്ന് നോക്കാം. കൊറോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് മനസ്സിൽ വരുന്നത്, ഒരു മെറ്റലിന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ മെറ്റലിന് അത് ഗുണമല്ലല്ലോ ചെയ്യുന്നത്, അതിനെ ഡീഗ്രഡേഷൻ, അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പയ്യെ പയ്യെ അത് നശിച്ചു പോവുക ചെയ്യുന്നത്. തുരുമ്പ് പിടിച്ച് ഇരുമ്പ് ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റലിൻ്റെ ഡിസ്ട്രാക്ഷനെയാണ് മെയിനായിട്ട് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ്. കൊറോഷൻ ഈസ് യൂഷ്വലി ഡിഫൈൻഡ് ആസ് ദ ഡീഗ്രഡേഷൻ ഓഫ് മെറ്റൽ ഡ്യൂ ടു ദ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ്. അതായത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. കെമിസ്ട്രി ആയിട്ട് പറയുമ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്. ഇതെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട്, അതായത് ഔട്ട്സൈഡിലോട്ട് ഇട്ട് കഴിയുമ്പം അല്ലെങ്കിൽ ഒരു കോട്ടിങ് ഇല്ല എങ്കിൽ ആ ഒരു മെറ്റലിന് പെട്ടെന്ന് തന്നെ കൊറോഷൻ സംഭവിക്കാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. അതായത് പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, പയ്യെ തുരുമ്പ് പിടിച്ചാണല്ലോ ആ ഒരു അയൺ ഇല്ലാതാവുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം പറഞ്ഞതൊക്കെ തന്നെ റസ്റ്റിംഗ് ഓഫ് അയൺ, ബ്ലൂ ഗ്രീൻ പ്ലാറ്റിന ഡെവലപ്പ് ഓൺ കോപ്പർ. അതായത് കോപ്പർ ആയിട്ടുള്ള പൈപ്പിലൊക്കെ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറിലുള്ള കളർ വരുന്നത് അത് ഒരു കൊറോഷൻ പോലെ ഇത് കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ സിൽവറിന് കറക്കുന്നത്, അതായത് നമ്മുടെ പാസിലൊക്കെ കറക്കുന്നതും ഒരു കൊറോഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് മൂലമാണ്. ഇനിയും അതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് കാണിച്ചിരിക്കുന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ, ബ്ലൂ ഗ്രീൻ പാറ്റിന ഡെവലപ്പ് ഓൺ കോപ്പർ. അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കയിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന പ്രതിമ 1886 ഈ ഒരു കളറായിരുന്നു. ദെൻ ഒരു 2018 ആയപ്പോഴത്തേന് അതിന് കളർ ചേഞ്ച് സംഭവിച്ചതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് കാരണവും കൊറോഷനാണ്. അതായത് ഈ മെറ്റലിന് ഓക്സിഡേഷൻ നടന്ന്, അതായത് കൊറോഷൻ സംഭവിച്ചിട്ടാണ് ഈ ഒരു കളർ ചേഞ്ച് വന്നതെന്നാണ് പറയുന്നത്. കൊറോഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് മെറ്റൽസിന് സംഭവിക്കുന്നതിൻ്റെ കാരണം അറിയണ്ടേ? കാരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റൽ എർത്തിൻ്റെ സർഫസിൽ ഒരു കമ്പൈൻഡ് സ്റ്റേറ്റിലല്ലേ കിടക്കുന്നത്. അതായത് ഓക്സൈഡിൻ്റെയും സൾഫൈഡിൻ്റെയും നൈട്രേറ്റിൻ്റെയും ഒരു കമ്പൈൻഡ് ഫോമായിട്ടാണ് മെറ്റൽ കാണപ്പെടുന്നത്. അതായത് അതിനെ നമ്മൾ മിനറൽ ഓർ എന്നാണ് സാധാരണയായിട്ട് പറയാറ്. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ ലോവസ്റ്റ് എനർജി ഫോം എന്ന് പറയുന്നത് ആ ഒരു ഇമ്പ്യൂർ സ്റ്റേറ്റ് ആയിരിക്കും അതിൻ്റെ ലോവസ്റ്റ് ഫോം. അതുപോലെ തന്നെ അതായിരിക്കും അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോമിലായിരിക്കും നമ്മുടെ എർത്തിൽ മെറ്റൽസിൻ്റെ ഓറ് കാണപ്പെടുന്നത്. ബോക്സൈറ്റും മാലക്കൈറ്റും കുപ്രൈറ്റും കോപ്പറൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ പറഞ്ഞു, അതായത് ഈ കമ്പൈൻഡ് സ്റ്റേറ്റിൽ, അതായത് മിനറൽ ഓറായിട്ടിരിക്കുമ്പോൾ അതിന് ലോവർ എനർജി ആയിരിക്കും, പക്ഷെ അത് സ്റ്റേബിൾ ഫോം ആയിരിക്കും. അതിനെ നമ്മൾ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് വഴി, അതായത് ഹയർ എനർജി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് വഴി നമ്മളൊരു പ്യുവർ മെറ്റലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് ഹയർ എനർജി വേണം. അപ്പോൾ അത് ഉള്ള എനർജി എന്ന് പറയുന്നത് ഹയർ എനർജി സ്റ്റേറ്റ് ആയിരിക്കും, പക്ഷെ അത് അതിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. അതിൻ്റെ പ്യുവർ ഫോം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതിന് സ്റ്റേബിൾ ഫോമിലോട്ട് വരാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? കൊറോഷൻ എന്ന് പറയുന്നത്. അതായത് കൊറോഷൻ ഈസ് ദ റിവേഴ്സ് ഓഫ് മെറ്റൽ എനർജി. അതായത് നമ്മൾ ഇങ്ങനെ ഒരു കമ്പൈൻഡ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഒരു പ്യുവർ മെറ്റലിലോട്ട് മാറ്റുന്നതിനെ നമ്മൾ എന്താണെന്നാണ് പറയുന്നത്? എക്സ്ട്രാക്ഷൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അല്ലെ മെറ്റൽ എനർജി എന്ന് പറയും. അതിൻ്റെ റിവേഴ്സാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. കൊറോഷന് ലോവർ എനർജി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിന് പ്യുവർ മെറ്റലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം അതിന് ഹയർ എനർജി ആയിരിക്കും. അപ്പോൾ സ്റ്റേബിൾ ആവാനായിട്ട് റിവേർട്ട് ബാക്ക് ചെയ്യുമെന്ന് ഓർത്താൽ മതി. ആ ഒരു കോസ് മൂലം, അല്ലെ ആ ഒരു കാരണത്താലാണ് മെറ്റലിന് പെട്ടെന്ന് തന്നെ കൊറോഷൻ സംഭവിക്കുന്നത്. ഇനി നമ്മൾ എത്ര ടൈപ്പ് ഓഫ് കൊറോഷൻസ് ഉണ്ടെന്ന് നോക്കുക. അതായത് 2 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്, ട്രൈ കൊറോഷനും വെറ്റു കൊറോഷനും. ട്രൈ കൊറോഷൻ എന്ന് പറയുമ്പോൾ ആ നെയിമിൽ തന്നെയുണ്ട് ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ. അതായത് അവിടെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് വരുന്നില്ല, അത് എയറിലായിരിക്കും. എയറുമായിട്ട്, അതായത് നമ്മുടെ ഏത് മെറ്റലാണോ ആ മെറ്റൽ എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ സംഭവിക്കുന്നതാണ് ട്രൈ കൊറോഷൻ. അതുപോലെ തന്നെ വെറ്റു കൊറോഷൻ, രണ്ടാമത്തെ കൊറോഷനാണ് വെറ്റു കൊറോഷൻ. വെറ്റു കൊറോഷൻ എങ്ങനെയാണ് നടക്കുന്നത്? മെറ്റൽ വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ നടക്കുന്നതാണ് വെറ്റു കൊറോഷൻ.
അപ്പം നമ്മൾ എന്താണ് ട്രൈ കൊറോഷൻ നോക്കുകയാണെങ്കിൽ ട്രൈ കൊറോഷന് വേറൊരു പേരുണ്ട് കെമിക്കൽ കൊറോഷൻ. അല്ലെങ്കിൽ ഇത് നടക്കുന്നതന്നെ വാട്ടർ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ കൊറോഷനിൽ. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോലൈറ്റ് കാണും. അവിടെ സൊല്യൂഷനായിട്ടുള്ള ആ ഒരു സൊല്യൂഷനെ നമ്മൾ എന്താണെന്നാണ് പറയുന്നത്, ഇലക്ട്രോലൈറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പം ഒന്നുകിൽ നമുക്ക് പറയാം ഈ കൊറോഷൻ നടക്കുന്നത് വാട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെ ആബ്സെൻസിലാണ് ട്രൈ കൊറോഷൻ നടക്കുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് എയറുമായിട്ട് കോൺടാക്റ്റ് വരുമ്പം തന്നെ നമ്മുടെ മെറ്റലിനെ തുടങ്ങുന്നു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നു. ആ ടൈപ്പ് കൊറോഷനെയാണ് ട്രൈ കൊറോഷൻ എന്ന് പറയുന്നത്. അവിടെ വാട്ടറിൻ്റെയോ ഇലക്ട്രോലൈറ്റിൻ്റെയോ പ്രസൻസ് ആവശ്യമില്ല. പിന്നെ അവിടെ അങ്ങനത്തെ കൊറോഷൻസ് 3 ടൈപ്പാണുള്ളത്. ഓക്സിഡേഷൻ കൊറോഷൻ ഉണ്ട്, കൊറോഷൻ ബൈ അതർ ഗ്യാസസ്, ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കാനുള്ളത് ഈ 3 ടൈപ്പ് ഓഫ് കൊറോഷൻസ് ആണ്. പിന്നെ അടുത്ത് കഴിഞ്ഞിട്ടുള്ളത് വെറ്റ് കൊറോഷൻ, രണ്ടാമത്തെ ടൈപ്പാണ് വെറ്റ് കൊറോഷൻ. നമ്മൾ പറഞ്ഞല്ലോ വാട്ടറുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രം നടക്കുന്ന കൊറോഷനാണ് വെറ്റ് കൊറോഷൻ. അപ്പോൾ ഇവിടെ നടക്കുന്നതന്നെ ഇതിൻ്റെ വേറൊരു പേരാണ് ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ. മറ്റേതെന്നായിരുന്നു കെമിക്കൽ കൊറോഷൻ, ഇത് ഇലക്ട്രോ കെമിക്കൽ കൊറോഷനാണ് വെറ്റ് കൊറോഷൻ.